സർ, ഇന്നത്തെ ചുറ്റുപാടിൽ ആർക്കൊക്കെയാണ് വേഗത്തിൽ നീരിറക്കം പിടിപെടാനുള്ള സാധ്യതയുള്ളത്? എന്തൊക്കെയാണ് നീരിറക്കത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ? നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ തലനീരിറക്കത്തിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് തലയിൽ അമിതമായി തണുപ്പ് തട്ടുക എന്നുള്ളതാണ്. രണ്ടാമത്തത് തലയിൽ അമിതമായി വിയർപ്പ് തങ്ങി നിൽക്കുക എന്നുള്ളതാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മുടി വളരാൻ വേണ്ടി മേടിച്ച് തേക്കുന്ന പല എണ്ണകളും തണുപ്പ് സ്വഭാവമുള്ളതാണ്. ഇത് അമിതമായി ഈ തരത്തിലുള്ള എണ്ണകൾ ഉപയോഗിക്കുക. ഇപ്പോൾ IT മേഖലയിൽ അതുപോലെ തന്നെ നമ്മളെ ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന പല ആളുകൾക്കും AC വെന്റിന് കീഴിരുന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തണുപ്പ് തട്ടുക. കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അവർ വെയിലിൽ പോയി കണ്ടിന്യൂസ് ആയിട്ട് കളിച്ച് തല നന്നായി വിയർത്തതിന് ശേഷം റൂമിനുള്ളിൽ വന്ന് പെട്ടെന്ന് AC-യുടെ കീഴിലിരിക്കുക, അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കുക, തണുത്ത വെള്ളത്തിൽ കുളിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളാണ് പ്രധാനമായിട്ടും തലനീരിറക്കത്തിലേക്ക് നയിക്കുക. അപ്പോൾ ആയുർവേദ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരീരത്തിലുള്ള കഫവാത ദോഷങ്ങളെ ദുഷിപ്പിച്ച് നീരായി ഇറങ്ങി ഈ നേരത്തെ പറഞ്ഞ പോലെ സൈനസൈറ്റിസിലേക്കും ടോൺസിലൈറ്റിസിലേക്കും അല്ലെങ്കിൽ സെർവിക്കൽ സ്പോണ്ടൈലോസിസോ അല്ലെങ്കിൽ ലംബാർ സ്പോണ്ടൈലോസിസോ ഒക്കെ ഉള്ള ആളുകൾക്ക് അവരുടെ നമ്മുടെ പാരാസ്പൈനൽ മസിലിലേക്ക് ഈ പറഞ്ഞ നീർക്കെട്ട് ഇറങ്ങിയിട്ട് അത് കൂടുതൽ വേദനയിലേക്കും തരിപ്പിലേക്കും ഒക്കെ നയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ നീരിറങ്ങുന്നത് നമ്മുടെ കൈയിലേക്കും കാലിലേക്കും ഉള്ള ഞരമ്പുകളിലേക്കാണെങ്കിൽ അത് പലപ്പോഴും ഈ ഞരമ്പുകളുടെ ബലം കുറയുന്നതിനും അവിടെ തരിപ്പും മരവിപ്പും ഒക്കെ ഉണ്ടാവുന്നതിനും ഈ നീരിറക്കം കാരണമാവും.